ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വീഡിയോ കാണിക്കാൻ പോകുന്നത് സ്മോൾ ബ്രീഡ്, അതായത് ചെറിയ ബ്രീഡ് ഡോഗ്സിന് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, ഗ്രൂമിങ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കാണിച്ചു തരാം. ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ അവർക്ക് ലോങ് ഹെയർ ആണ്. ഈ ലോങ് ഹെയർ നമ്മൾ ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ട്രിമ്മറാണ്. ശരിക്കും കാണാൻ ഒരു ട്രിമ്മറാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഹ്യൂമൻ്റെ ട്രിമ്മർ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ഹ്യൂമൻ ട്രിമ്മർ അതിന് ഹാംഫുള്ളാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് വേണ്ടി പെറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിമ്മർ കിട്ടും. ഇതിൻ്റെ പേര് കോഡസ് എന്നാണ് ഈ ട്രിമ്മറിൻ്റെ പേര്. ഈ കോഡസ് എന്ന ട്രിമ്മർ ഇതിന് ഹൈ പവർ മോട്ടറാണ് ഇതിനുള്ളത്. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ശരിക്കും ഇതിൻ്റെ നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ഡോഗ്സിൻ്റെ പുറത്ത് നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് എടുക്കാം. നമുക്ക് ജീറോയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറോ ഹെയർ കട്ടിങ് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് സ്മോൾ ബ്രീഡ് ഷിറ്റ്സു പോലുള്ള ഡോഗ്സിനൊക്കെ, ഷിറ്റ്സു, ലാസപ്സോ, മാൾട്ടീസ് ഇങ്ങനെയുള്ള ബ്രീഡിലൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ലോങ് ഹെയർ ആയിരിക്കും. ലോങ് ഹെയർ ഭയങ്കരമായിട്ട് അവർക്ക് ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കും. ഇറിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ ചൂട് സമയത്ത്, അതായത് ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്ന സമയങ്ങളുണ്ടല്ലോ, ഇതിന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഇതിന് ഹെയർ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം റിലാക്സേഷൻ കിട്ടും. നമ്മൾ കാണാൻ ഭംഗി കുറവുണ്ടെങ്കിലും, അതിനെ കാണാൻ ഇച്ചിരി ഭംഗി കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിന് ഭയങ്കര കംഫർട്ടബിളായിരിക്കും അത്, ആ ഹെയർ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സീറോയിൽ തന്നെ ഇടണമെന്നില്ല, സീറോ കട്ടിങ് ചെയ്യണമെന്നില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, അത് എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് ഞാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ആളെ വിളിച്ചുകൊണ്ട്, അതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 പേരെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഹെയറൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ വാരി ഇട്ടേക്കുവാണ്. അതിൻ്റെ ഹെയറാണ്, ലോങ് ഹെയറാണ് കിടക്കുന്നത്. അതിൻ്റെ ഹെയറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള സമയമാണ്, അതുകൊണ്ട് ഞാൻ ശരിക്കും നന്നായിട്ട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് പ്രോസസ്സ് ചെയ്ത് എടുക്കും ചിലർ ഇത് നന്നായിട്ട് ബ്ലീച്ചൊക്കെ ചെയ്ത് പില്ലോ ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാനതിന് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത്. ആർക്കും ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ പെറ്റ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സെക്കൻഡ്. ഞാൻ 2-3 പേരെ ചെയ്ത് കഴിഞ്ഞു. ഇത് ഫ്ലോറിൽ വെച്ചിട്ട് AC ഫാനും എല്ലാം ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതിൻ്റെ ഫ്ലോറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വന്ന് ചെയ്യാൻ പോകുന്നത്, ഇവളുടെ പേര് സാൻഡ്ര എന്നാണ്, ചാണ്ടക്കുട്ടം. അപ്പോൾ ചാണ്ടക്കുട്ടം ട്രിം ചെയ്യുന്ന വിധത്തെക്കുറിച്ച് ഒന്ന് കാണിച്ചു തരാം. അതാണ് ഇത്. ജീറോയിലിട്ടേക്കാണ്. ജീറോയിലിട്ടിട്ട് അതൊക്കെ ഇങ്ങനെ ഹെയർ ഇങ്ങനെ നമ്മൾ പിടിച്ചു കൊടുത്താൽ മതി. ഏത് നോട്ട്സ് ഉണ്ടെങ്കിലും അത് തനിയെ അങ്ങ് പോയിക്കോളും. ഇത് കോട്സ് എന്ന് പറഞ്ഞൊരു ഡ്രിമ്മറാണ്. ഹ്യൂമൻ്റെ ഒരിക്കലും അവർ ഉപയോഗിക്കരുത്. ഹ്യൂമൻ്റെ അതിന് ഹാംഫുള്ളാണ്. അത് ശരിക്കും അതിന് ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. അതായത് നോട്ട്സിൽ ചെന്നിട്ട് തടഞ്ഞു നിന്നിട്ട് അത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിങ്ങനെ വെറുതെ പിടിച്ചു കൊടുത്താൽ മതി. ശരിക്കും ഇതിന് ഹെയർ കുറവായിരുന്നു. ഈ പ്രാവശ്യം ചൂടത്ത് ഒരു പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പം രണ്ടാമത് ഞാൻ വീണ്ടും കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹെയർ ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ട് അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാൻ ഫ്ലോറിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട്, ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ AC ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെയർ ഇങ്ങനെ പറന്ന് കിടന്നിട്ട്, മുടിയൊക്കെ ഇങ്ങനെ പറന്ന് കിടന്നിട്ട് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കും, നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കും. ഈ സാൻഡ്ര അങ്ങനെ ഇരിക്കുന്ന കുഞ്ഞല്ല, അവൾ ഇച്ചിരി അഗ്രസീവാണ്. എന്നിട്ടും അത് സുഖം കൊണ്ടിരിക്കുകയാണ്. അവളെ ഇങ്ങനെ ശ്രമിച്ചിരിക്കുകയാണ്. അവളറിയുന്നില്ല അവളുടെ ഹെയർ പോയെന്നുള്ളത്. അവളെ കൊഞ്ചിക്കുവാണ്, നമ്മൾ കളിപ്പിക്കുവാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴാണ് മുടി കണ്ടിട്ട് അവളൊരു ബഹളമുണ്ട്. ഏറെക്കുറെ ഒരു ഭാഗം മുഴുവൻ, ഒരു സൈഡ് മുഴുവൻ നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഏത് ഭാഗത്ത് ഏത് ഡിസൈനിൽ നമുക്ക് ചെയ്യാം. ഇച്ചിരി കലാവിരുതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം, ട്രിം ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ള് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ജീറോയിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള സമയമാണ്, ഭയങ്കരമായ ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കും. അതുകൊണ്ട്
അങ്ങനെ ട്രിം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു സൈഡ് കഴിഞ്ഞു, കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെയർ മാറ്റിയേക്കാം. ഇതാണ് ചാണ്ടക്കുട്ടൻ, സാൻഡ്ര. ഉള്ള പേര് സാൻഡ്ര എന്നാണ്, സാൻഡ്ര. ബാക്കി എല്ലാവരും ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. പൂച്ചകളും നമുക്കിതുപോലെ പെർഷ്യൻ ക്യാറ്റിനെയൊക്കെ നമുക്കിതുപോലെ ട്രിം ചെയ്ത് ഇങ്ങനെ എടുക്കാമെന്നാണ് ഇത്. ഹ്യൂമൻ ട്രിം എല്ലാവരും ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ അത് അപകടമാണ്. അത് അവർക്കും ബുദ്ധിമുട്ടാണ്, മെഷീനും ബുദ്ധിമുട്ടാണ്, ചെയ്യുന്നത് നമുക്കും ബുദ്ധിമുട്ടാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. അല്ല, ഒരു സൈഡ് പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞു. ഇനി മറു സൈഡ് പിന്നെ മറിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുകയാണ്. അതിന് മനസ്സിലാവുന്നില്ല സംഭവം. മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് 2 കടി കിട്ടും, അത് വേറെ കാര്യം. 2 കടി ഉള്ളു. സ്മോൾ ബ്രീഡായിട്ട്, ചെറിയ ബ്രീഡായിട്ട് നമുക്കത് ഒരു പ്രശ്നമുള്ളതല്ല. ഒന്ന് കടിച്ചാലും പ്രത്യേകിച്ച് വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാം ചെയ്ത് നല്ല കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. 2 കടി കിട്ടിയെന്ന് വെച്ചൊന്നും ഒരു പ്രശ്നമില്ല. അല്ല, ഇതൊരു ഭയങ്കര നോട്ട്സാണിത്. ഇത് കാണിക്കാൻ കുറച്ച് കൊടുത്തിട്ടായിട്ട് ഇത് വലിയ നോട്ട്സാണ്. ആ നോട്ട്സിന് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊരു നോട്ട്സാണിത്. ആ നോട്ട്സിൽ ഞാൻ ഇത് വെച്ച് വളരെ പതുക്കെ സോറി അവളത് കാലെടുത്തങ്ങ് കുടഞ്ഞു. കാണിച്ചു തരാം. ഇതൊരു വലിയ നോട്ട്സ് ഉണ്ട് ഇവിടെ. നമ്മളതെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് വെക്കുകയാണ്. അത് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു. അപ്പോൾ ആ നോട്ട്സ് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങ് എടുത്ത് മാറ്റാം. നോട്ട്സ് വെച്ചാൽ ജട പിടിച്ചിരിക്കുകയാണ്. നന്നായിട്ട് ജട പിടിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ജട അങ്ങ് എടുക്കും. അപ്പോൾ നമ്മുടെ ചാണ്ടക്കുട്ടന് ദേഷ്യവും വരും, അതൊരു കടിയും തരും. അതിന് ഇത്ര കാര്യമാക്കണ്ട. കടിയൊക്കെ അത്ര ഒരു കടി കിട്ടി. ഇനി 2ാമത്തെ കടി കൂടെ കഴിയുമ്പോഴത്തേന് പാക്കേജ് പൂർത്തിയാകും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചാണ്ടക്കുട്ടനൊരു കടി തന്നു. ഒരു കടിയും കൂടെ തരും. പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കും. എനിക്ക് വേദനിച്ചു എന്ന് ചാണ്ടക്കുട്ടൻ. സാൻഡ്രയാണ്, സാൻഡ്ര. ചാണ്ടമ്മേന്ന് വിളിച്ചിട്ടുണ്ട്. ചാണ്ടമ്മ കുട്ടൻ. നല്ല ചൂടടിക്കുന്നുണ്ട്, നല്ല വെയിലാണ്. വെളിയിൽ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ല ചൂട്, ആവിയുണ്ട്, ഹ്യൂമിഡിറ്റി. അതിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർ സന്തോഷമായിട്ടിരിക്കും. എന്നിട്ട് നോക്കാം ഇത്രമാത്രം വെട്ടിക്കഴിഞ്ഞു. ഇനി അവളെ ഒന്നുകൂടെ ഒന്ന് കറക്കി അതിന് വേണ്ടി ക്യാമറ പോയി.